അങ്ങനെ ഗിവ് അവേ പറഞ്ഞിരുന്ന ക്യാച്ചിനൊക്കെ ഇതാ ഞങ്ങളിത് സ്ഥലത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിത് അവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇങ്ങനെ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുറേ കാലമല്ലോ ഗീവ് എവേൻ്റെ വിന്നറൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഓരോ സാഹചര്യം കൊണ്ട് ഓർക്കും പറ്റിയിട്ടില്ല വന്ന് വാങ്ങാനും, ഞങ്ങൾക്കും പറ്റിയില്ല അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് അത് കൊണ്ടുകൊടുക്കാൻ പോകണം. പിന്നെ വേറെ 2-3 അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 7-7:30 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കിളികളെ കൊണ്ടുകൊടുക്കാനുണ്ടായിരുന്നു. അത് ഗിവ് അവേ അല്ല കേട്ടോ, അത് സെപ്പറേറ്റ് സെയിലിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പം അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുകൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടുകൊടുത്തു. തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡൊന്നും കഴിക്കാണ്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തണം. സാധാ നോർമൽ ഫുഡ് രാവിലെ അല്ലേ. ഒരു 7 ക്ലീന കൊടുക്കാനുണ്ടായി, 7-8 എത്ര ഓർമ്മയില്ല. അത് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതിന് ആവശ്യമുള്ള ഒരു പറഞ്ഞ് കേജ് ഇപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പം ആ കേജും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം എല്ലാ സാമഗ്രികളായിട്ടാണ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്തി എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അവിടെ പോയി ഓരോ വീട്ടിൽ പോയി വേറെ കിളികളും ഇതിനൊക്കെ കണ്ട് ടൈം പോയപ്പം പിന്നെ ലേറ്റായി. അപ്പോൾ പിന്നെ എന്തായാലും എവിടെയെങ്കിലും കയറി നല്ലൊരു ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ പൊറാട്ടയും അയിലക്കറി ഓർഡർ ചെയ്തു. അയില മുളകിട്ടത് ഓർഡർ ചെയ്തു, അതൊക്കെ കഴിച്ചു. അതിന് ശേഷം ഒന്ന് വീട്ടിൽ പോയി. ഇന്ന് ഗിവ് അവേ കൊടുക്കാനുള്ളത് നമുക്ക് വയനാട്ടിൽ എത്തിച്ചു കൊടുക്കണം. അതിനെക്കൊണ്ട് എന്തായാലും ബൈക്കിന് പോലെ ബഹുത്ത് മുഷ്കിലാണ്. ക്യാറ്റും ഉണ്ട്, അതിൻ്റെ ബോക്സും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇതേമാതിരി ലോങ് പോവുകയാണ്, നല്ല മഴയാണ്. അതിനെക്കൊണ്ട് തന്നെ നമ്മൾ ബൈക്ക് എടുത്ത് പോകണത് എന്തായാലും നടക്കില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് കാർ എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയത്. അപ്പം എല്ലാവർക്കും വെൽക്കം. ഇതുവരെ ഇൻട്രോ ഇതുവരെ വന്നിട്ടില്ലല്ലേ. എടുത്ത വ്ളോഗായിരുന്നു. അന്നത്തെ ശേഷം കുറച്ചായാലും ദിവസങ്ങളായാലും ഇങ്ങോട്ടേക്ക്. അന്ന് ഞങ്ങൾ പോകുന്ന രാവിലെ അതേമാതിരി നോർമൽ ക്ലൈമറ്റ്, ഇനി വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഒരു 11 മണിയൊക്കെയായപ്പം ക്ലൈമറ്റ് ഒന്നാകെ ചേഞ്ചായി പെട്ടെന്ന് അങ്ങോട്ട്. ഇപ്പം പൊതുവേ അങ്ങനെയാണല്ലോ, രാവിലെ നല്ല വെയിലുണ്ടാവും കുറച്ച് നേരത്തിന്, പിന്നെ അങ്ങോട്ട് വെയിലും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഓഫീസിൽ പോണത്തേർക്കും സ്കൂളിൽ പോണത്തേർക്കും, സ്കൂൾ ഓപ്പൺ അല്ലേ, സോറി ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ റോട്ടുമ്മൽ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ഓപ്പൺ ആവാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ തിരക്കും ഉണ്ടായിരുന്നു. എല്ലാവരും സാധനം വാങ്ങാനും അതിനും ഇതിനൊക്കെ പോണ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനെക്കൊണ്ട് രാവിലെ കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം എന്നാലും വീട്ടിൽ പോയിട്ട് കാർ എടുത്തിട്ട് വേഗം മാത്തോട്ടം പോയി നമ്മളെ ക്യാറ്റിനെ പിക്ക് ചെയ്യാം. ക്യാറ്റിനെ അവിടെ റെഡിയാക്കി വെച്ചിട്ടൊന്നുമില്ല, പോയിട്ട് വേണം എടുക്കാൻ. വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 10 മെഷീൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴയും. നമുക്ക് ചെറിയ മഴയാണെങ്കിലൊക്കെ ബൈക്കുമ്പിലൊക്കെ പോവായിരുന്നു. പിന്നെ വയനാട്ടിലേക്ക് നമ്മൾ പിന്നെ തീരെ ഉദ്ദേശിച്ചിട്ടില്ല ബൈക്കുമ്പോൾ പോയി. കാരണം ഇതും പിടിച്ചുകൊണ്ട് അത്രയും ലോങ് ഇരിക്കണം. എന്തായാലും ക്യാറ്റിനെ എന്തായാലും നമുക്ക് അതിൻ്റെ ബാസ്ക്കറ്റിലിടണം. അതും പിടിച്ചുങ്ങാണ്ട് എന്തായാലും കുറച്ച് ലോങ് എന്തായാലും ഇരിക്കൽ ബഹുത്ത് മുഷ്കിലായിരിക്കും. പിന്നെ ഇപ്പോൾ ഏതായാലും മഴ ആയത് സ്ഥിതിക്ക് നമുക്ക് എന്തായാലും കാറും പോകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സിമ്പിളായിട്ട് പോകാമല്ലോ. അങ്ങനെ എൻ്റെ വീട്ടിലൊന്ന് കയറി കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം തിരിച്ചിതാ മാത്തോട്ടം വന്നു. ക്യാറ്റിനെ എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. പക്ഷേ ഞങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ 2 പരിപാടി തീർക്കാനുണ്ടായിരുന്നു. 2 പരിപാടിയിൽ ഒരു പരിപാടി തീർക്കാനുണ്ടായിരുന്നു. വീലിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 50 മിനിറ്റ്സ് എൻ്റെ ഹാഫ് ആൻ അവർ എന്തായാലും അതിന് സ്പെൻഡ് ആവുമെന്നറിയാം. അപ്പോൾ അതവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നേരെ മുന്നിൽ വേഗമാട്ടുണ്ട്. അപ്പോൾ പൊതുവേ ട്രിപ്പ് കാര്യങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാണ് പോവൽ. പക്ഷെ ഇത് പെട്ടെന്നുണ്ടായ പോക്കായതുകൊണ്ട് ഒന്നും വാങ്ങാൻ തലേന്നൊന്നും വാങ്ങി വെച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വേഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി നമുക്ക് വേണ്ട ജ്യൂസ്, സ്ലൈസ്, പിന്നെ കിൻഡർ ഷോട്ട്സ്, പിന്നെ നമ്മളെ യൂണിബിക്കിൻ്റെ ചോക്കോ കിസസോ അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ലേസ്, അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിന് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഇതാണ് കേട്ടോ നമ്മളെ കോഴിക്കോട് പുതിയ ഓപ്പൺ ആവാൻ പോകുന്ന ലുലു മാൾ. കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വിശദമായിട്ട് കാണാമല്ലോ. അപ്പോൾ ഈ ഒരു പോകുന്ന ടൈം നമ്മൾ എന്തായാലും 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കിട്ടുമ്പോൾ. അപ്പോൾ അതൊക്കെ ശരിയാക്കിയ ആ ഒരു ടൈമിലായിരുന്നല്ലോ ഒരു 3-4 ഇടി വെട്ടീനി. നല്ലൊരു സ്ട്രോങ് ഇടി വെട്ടി. ബീച്ചിൽ 7 ആൾക്കാർക്കോ അങ്ങനെ എന്തോ പരിക്കൊക്കെ ഇല്ലായിരുന്നു. അത് ഞങ്ങളിതായി പോണ വഴിക്കായിരുന്നു ആ ഇടിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ
ഞങ്ങൾ അന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ പിന്നെ അപ്പോൾ ആ ടൈമിൽ വലിയ മഴ ഒന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് ഏകദേശം കൊടുവള്ളി ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് നല്ല സ്ട്രോങ് മഴയായിരുന്നു. അപ്പോൾ പിന്നെ വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി പെട്രോൾ പമ്പ് നിർത്തി. പിന്നെ നമ്മൾ വാങ്ങിച്ച ഓരോ റെഡ് ബുള്ള് സ്ലൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുടിച്ചിങ്ങനെ എൻജോയ് ചെയ്തിട്ട് നല്ലൊരു ആസ്വദിച്ചിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ചില്ലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇടയ്ക്കൊക്കെ ചില്ലാവണമല്ലോ, എന്നാലേ നമ്മൾ മൈൻഡൊന്ന് റിഫ്രഷ് ആവാം. പിന്നെ എന്തെങ്കിലുമൊക്കെ റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് മിക്ക ആൾക്കാരും ഈ പൊതുവെയുള്ള ഇംഗ്ലീഷുകാരൊക്കെ അതൊക്കെ തന്നെയാണ്. കുറേ കാലം പണിയെടുക്കുന്നു, കുറേ കാലം എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്ത് നടക്കുന്നു. അതൊക്കെ തന്നെയല്ലേ എല്ലാവരും പരിപാടി. അടിപൊളി ക്ലൈമറ്റ് ചെയ്യുന്നു, അതിന് യാതൊരു രക്ഷയില്ല. വേറൊരു ഇത് പറയാനില്ല. അവിടെ നല്ല തണുപ്പുണ്ട്. പിന്നെ കാറിലായതുകൊണ്ട് പിന്നെ വലിയ ക്ലൈമറ്റ് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. ബൈക്കിൽ പോവുകയാണെങ്കിൽ ഉറപ്പാണ് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എന്തായാലും പിടിച്ച് നിൽക്കാൻ കഴിയില്ല. അത്രയും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ മഴ, ചുരത്തിൻ്റെ മേലൊക്കെ ചെറിയൊരു മഴ ഉള്ളായിരുന്നു. വലിയ സ്ട്രോങ് ആയിട്ടുള്ള മഴ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വയനാട് നമ്മൾ ഇതില്ലേ അതിൻ്റെ കവാടം കയറി കുറച്ചങ്ങോട്ട് പോയപ്പം എല്ലാം ശാന്തമായി. മഴയില്ല, ഒന്നുമില്ല, മഴയില്ല. അപ്പം നല്ല വെയിലായിരുന്നു. ലോറി കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ടാകുമ്പോൾ അപ്പോൾ ഒരു ബ്ലോക്ക് കാര്യങ്ങളൊന്നും അല്ലാതെ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ നല്ല തിരക്കാണ് കേട്ടത് അന്ന്. കാരണം വെക്കേഷൻ ലാസ്റ്റിലേക്ക് ആവാനായി. അപ്പം എല്ലാവരും പോയി വരുന്നവരും ഉണ്ടാവും, ലാസ്റ്റ് എവിടെയെങ്കിലും പോവാലോ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ട്രിപ്പ് പോയ ആൾക്കാരും ഉണ്ടാവും. എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവില്ല. ട്രിപ്പൊക്കെ കഴിഞ്ഞ് നല്ല ലാവിഷായി വരുന്നവരും ഉണ്ടാവും, അതൊക്കെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നവരും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ നമ്മളെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഉള്ള ബ്ലോക്ക് കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ടെന്ന് കേട്ടോ. പക്ഷെ നമ്മൾ ആ ഒരു ഇതിലേക്കൊന്നും പോകാൻ നിന്നിട്ടില്ല. നമ്മളെ മെയിൻ ഉദ്ദേശം കാറ്റിനെ കൊണ്ടു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അതിന് പോകണം. പിന്നെ വേറെ ഇവിടെ അപ്പം ടൈം ഉണ്ടായിരുന്നു. അപ്പം ഏതായാലും മാനന്തവാടി അവിടെ എത്തണം നമ്മൾ കാറ്റിനെ കൊണ്ടു കൊടുക്കാൻ. പിന്നെ എന്തായാലും പിന്നെ മുത്തങ്ങൾക്കൊന്ന് കറങ്ങിയിട്ട് വരാമല്ലോ എന്നുള്ള പ്ലാനിലൊക്കെയാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത്. നോക്കാം, കാരണം നമ്മൾ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. നല്ല സ്ട്രോങ് മഴ ആണെങ്കിൽ നമുക്ക് എന്തായാലും സ്ലോയിലേ പോകാൻ കഴിയുള്ളൂ. ആ കൊടുവള്ളി ആ ഭാഗത്തെത്തിയപ്പോൾ നല്ല സ്ട്രോങ് മഴയായിരുന്നു. കാരണം ഞാൻ പാട്ടിട്ടുകൊണ്ട് എനിക്ക് അത് അതിൻ്റെ വോയിസ് കേൾപ്പിച്ച് തരാൻ പറ്റില്ല. കാറിൽ പാട്ടിട്ട് വെച്ചുകൊണ്ട് എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. അതിനെക്കൊണ്ടാണ് ഈ വോയിസ് ഓവർ തന്നെ ചെയ്യുന്നത്. അത്രയും നല്ല സ്ട്രോങ് മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ സ്ലോയിലല്ലേ പോവുള്ളൂ. അതിനെക്കൊണ്ട് ചുരത്തുമ്മലെത്തിയപ്പോൾ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള മഴയൊന്നുമില്ല, ചെറിയ ചെറിയ മഴ, ചാറ്റൽ മഴകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അടിപൊളിയായിട്ട് കോട ഇറങ്ങിയിരുന്നു കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു, കോടയും ഉണ്ടായിരുന്നു. പിന്നെ നിർത്താനുള്ളൊരു സാഹചര്യമില്ല. നമ്മളിപ്പോൾ മെയിൻ അത് കൊണ്ടു കൊടുക്കണമല്ലോ. ലേറ്റ് ആവുന്നതിൻ്റെ മുന്നേ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം പിന്നെ ഓവർ ലേറ്റ് ആവാൻ പാടില്ലല്ലോ.
കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ക്ലൈമറ്റ് ഒന്നാകെ ചേഞ്ചായി. ആ ചുരത്തുമ്മലുള്ള ക്ലൈമറ്റ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു 2 മണി 2:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പോകുന്ന വഴി എങ്ങനത്താന്ന് പറയാൻ പറ്റില്ല, ഫുഡ് കാര്യങ്ങൾ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം പിന്നെ ഒരു മെസ്സിൽ കയറി അവിടുന്ന് സാധാ ചോറും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി നല്ല ഉഷാറ് ലഞ്ചും കഴിച്ചു. ലഞ്ച് കഴിക്കുമ്പോൾ അതും കോമഡി ആയിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷോർട്സ് ഇട്ട് തരാൻ പറയും, അത് നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് തരും. അതങ്ങനെയാണല്ലോ, നമ്മൾ പറയുന്നതാണല്ലോ നമുക്ക് കിട്ടാം. അപ്പം വീഡിയോസൊക്കെ എടുത്ത് തരാൻ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ ഷാനിക്കാക്ക, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് 30 ഉറുപ്പ്യൻ്റെ ഫുഡ്, 30 ഉറുപ്പ്യൻ്റെ ഊണും കഴിച്ച് നല്ല പൊരിച്ച മത്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. മാനന്തവാടിയിൽ നിന്നും കുറച്ച് ഉള്ളോട്ട് പോകാനുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന ഓരോ ലൊക്കേഷൻ വരുന്നത് മാനന്തവാടിയിൽ നിന്നും ഉള്ളോട്ട് പോകണ്ടേ. നമ്മൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് വിഷുവിൻ്റെ അന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വിന്നറെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്തായാലും ഒരു 1.5 മാസം ആയല്ലോ. ഓർക്കും കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരവിടെ നാട്ടിലില്ലേനു, ഒരു ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു, വർക്കിന് പോയ ഓരോ കൂടെയായിരുന്നു. അതിനെക്കൊണ്ട് ആ ടൈമിൽ എന്തായാലും കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല, വീട്ടിൽ പ്രായമായ ആൾക്കാരെല്ലാം ഉണ്ടാവുക. അപ്പം എന്തായാലും ഒരു പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും ഒന്ന് ഫ്രീ ആവേണ്ടിയിരുന്നു. എൻ്റെ കസിൻ്റെ കല്യാണങ്ങളും ഇതൊക്കെ ആയിട്ട് ഞങ്ങളും കുറച്ച് തിരക്കിലായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് മതിയല്ലോ എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ നിന്നത്. അങ്ങനെ നിന്ന് എന്തായാലും ഞങ്ങൾ ഏകദേശം മെയ് ലാസ്റ്റിൽ കൊണ്ടു കൊടുക്കാമെന്നുള്ള പ്ലാനിലേക്ക് എത്തിയത്. ഇത് പിന്നെ മാനന്തവാടിയിൽ നിന്നും മുകളിലോട്ട് പോകണം. എനിക്ക് കറക്റ്റ് പേര് പറയാൻ അറിയില്ല. പേര് അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ പേരെന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല. കുറച്ച് ഉള്ളോട്ട് പോകാനുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത നല്ല റോഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല സ്ഥലം. അവിടെ ഇതേമാതിരി ചെറിയ ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അവസാനം നമ്മൾ വയനാട് എത്തി. ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഗൈസ്. നടക്ക് ഗൈസ്, നടന്ന് ഇല്ല, യോഗമൊന്നുമില്ല. ഗീവ് അവേ കൊടുക്കാൻ കാടും മലയും. അയ്യോ അല്ലല്ല, അത് നടക്കാൻ പറയും വയ്ക്കുന്ന നേരെ മുകളിൽ പോയി. കാടും മലയൊക്കെ താണ്ടിയിട്ട് ഇതാ പോകുന്നു. യൂട്യൂബർ നെഹ്ന ഗൈസ്, ഗീവ് അവേ കൊടുക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഗിവ് അവേ പറഞ്ഞിരുന്ന ക്യാച്ചിനൊക്കെ ഞങ്ങളിതാ സ്ഥലത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരും കുറച്ച് ബിസി ആയിരുന്നു, ഞങ്ങളും കുറച്ച് ബിസി ആയിരുന്നു കല്യാണങ്ങളൊക്കെ ആയിട്ട്. അതിനെക്കൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിപ്പോയത്. ഓരിവിടെ നാട്ടിലില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇനി ഇതുപോലത്തെ നല്ലൊരു ഗിവ് അവേ ഉടനെ തന്നെ കാണാം. നമ്മൾ വാങ്ങിയ സാധനങ്ങളും കൊണ്ടുപോയ സാധനങ്ങളൊക്കെ തിന്നുകൊണ്ടാണ് നമ്മളെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തിന്നലും അതാണല്ലോ ട്രിപ്പിൻ്റെ മെയിൻ, അത് റിലാക്സേഷൻ ആൻഡ് ഫുഡ് അടി. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ നിങ്ങൾ വിചാരിക്കും ബെല്ല എങ്ങനെ അവിടെ എത്തി എന്നുള്ളത്? ബെല്ലനല്ല കേട്ടോ ഞങ്ങൾ കൊടുത്തത്, ഗിവ് അവേ വേറൊരു ക്യാറ്റിനാണ് കൊടുത്തത്. ബെല്ലനെ നമ്മൾ ഓൾറെഡി ഇതേമാതിരി അവർക്ക് കൊടുത്തതായിരുന്നു. അപ്പം ആ വീഡിയോസ് അങ്ങനെയുള്ളൊരു പരിചയമുണ്ട്. നമ്മളും ഈ ഗിവ് അവേ കൊടുത്തവരും തമ്മിലുള്ള ബെല്ലൻ്റെ ഒരു പരിചയമുണ്ട്. അപ്പോൾ ബെല്ലൻ്റെ മീഡിയേറ്ററിലുള്ള ഒരു പരിചയമാണ് ഞങ്ങൾ ഓരോ തമ്മിലുള്ളത്. അപ്പോൾ ഈ വീഡിയോസ് കണ്ടപ്പം ഓരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ബെല്ലൻ്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മളെ പുതിയ ക്യാറ്റും പോയത്. ബെല്ലൻ്റെ ആരായി വരും ഈ പുതിയ ക്യാറ്റ്? ബെല്ലൻ്റെ സിസ്റ്റർ, കസിൻ സിസ്റ്ററോ അല്ലെങ്കിൽ സിസ്റ്ററായി വരും, ഏകദേശം ഒരു സിസ്റ്ററായിട്ട് വരും നമ്മളെ പുതിയ ക്യാറ്റും. അങ്ങനെ അവിടുന്ന് ക്യാറ്റിൻ്റെ വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് മുത്തങ്ങയിലേക്കാണ്. പിന്നെ ടൈം ബാക്കിയുണ്ട്. അപ്പം ഞങ്ങളൊരു 3:30 ആ ഒരു ടൈമൊക്കെ ആയപ്പം നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു നേരെ മുത്തങ്ങയിലേക്ക് വിട്ടു. കേരള കർണാടക
കേരളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പം പ്രത്യേകിച്ച് ഒന്നും ആനിമൽസിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഒന്നുമില്ലേനു. ഒരു കുരങ്ങനെ പോലും കണ്ടിട്ടില്ല. ഒരു അമ്പലം ഉണ്ടല്ലോ, അവിടെ 2-3 കുരങ്ങനുണ്ട്. അല്ലാണ്ട് അതും ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കാണുമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ശ്രദ്ധിച്ചതിൽ പെട്ടുന്നുള്ളൂ. അതായിരുന്നു നമ്മളെ കേരളത്തിൻ്റെ വിഷയം. പക്ഷെ അതിനായിട്ട് കർണാടക ബോർഡർ കടന്നതും ഞങ്ങൾ വിചാരിച്ചു പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല, കാരണം നല്ല മഴയുണ്ട്, മഴ സീസണാണല്ലോ. മഴ സീസൺ ആയതുകൊണ്ട് തന്നെ പുല്ല് ഇതൊക്കെ പൊന്തുമ്പം വെള്ളം ഒക്കെ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടാൻ തുടങ്ങുമ്പോൾ ആനിമൽസൊന്നും പുറത്തേക്ക് വരില്ല. നമ്മൾ ഭയങ്കര നിരാശയായിട്ട് ഇങ്ങനെ വന്നത് ഇതായിപ്പോയി, ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറേ മുന്നോട്ട് പോയി. വേണ്ട, ഇനി തിരിച്ച് പോയാലോ, എൻ്റെ മൈൻഡിലുണ്ട് ഇന്ന് മതി ഇനി തിരിച്ച് പോയാലോ എന്നുള്ളത്. കാരണം പ്രത്യേകിച്ചൊന്നും കാണാമല്ലോ. ഇപ്പോൾ ഫോറസ്റ്റ് മുത്തങ്ങയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണാനാണല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഷാ കാണിച്ചത്, ദാ നോക്കാം അങ്ങോട്ട് എന്നാണ്. നിന്നോട് പറഞ്ഞു ഇജ്ജ് വീഡിയോ എടുത്തില്ലല്ലോ, നോക്കിയിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ എടുത്തു, കണ്ടില്ലേ 2 മാൻകുട്ടികൾ. അങ്ങനെ മാനിനൊക്കെ കണ്ട്. അപ്പം ഇതിനാണ് കേട്ടോ സ്ലോ ആക്കി കാണിച്ചു കൊടുക്കുന്നത്. ഷാ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തതിലൊന്നും പെട്ടിട്ടില്ല എന്ന്. പിന്നെ എന്തായാലും കാണിച്ചു കൊടുക്കണമല്ലോ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മാനിനാണോ കണ്ടത് ഇത്രയും നേരം ഇവിടെ എത്തിയിട്ട് എന്നുള്ള നിലയിൽ യാത്ര വീണ്ടും തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ടൈമും അതേപോലെ തലവരെയും തീരെ ശരിയില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ പോവുമായിരുന്നു. ഒന്നിനും കാണാൻ പറ്റിയില്ലല്ലോ. പക്ഷെ അപ്പോൾ പോകുമ്പോഴാണ് കുറേ ആനക്കുളെ കണ്ടു. മാഷാ നമ്മൾ ഇപ്രാവശ്യം പോകുമ്പം നമുക്ക് കുഴപ്പമില്ലാതെ കർണാടക കഴിഞ്ഞ് ഈ ഒരു ആനനെ കണ്ടതിന് ശേഷം ഫുൾ അങ്ങോട്ട് കാനയുന്നു. ഒരു 4-5 കൂട്ടം ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേമാതിരി കുട്ടികളും ഉണ്ട് കേട്ടോ ഓരോ കൂടെ. അതേമാതിരി കുട്ടികൾ മാത്രം സെപ്പറേറ്റ് നിൽക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റിട്ടേൺ വരുമ്പോൾ നമ്മൾ ഈ സെയിം കണ്ടതിനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് അപ്പം വീഡിയോ എടുക്കാൻ കഴിയില്ല, കാരണം ഞങ്ങൾ റിട്ടേൺ വരുമ്പോഴത്തേന് ലേറ്റ് നൈറ്റായി, രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവരൊന്നും കാണാൻ കഴിയില്ലല്ലോ, എല്ലാം കറുത്തോണ്ട് നിൽക്കുമല്ലോ. അപ്പം പിന്നെ ഒന്നും കാണാൻ കഴിയില്ല. നമ്മളെ വണ്ടീൻ്റെ ഈ ലൈറ്റ് വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റും. നമ്മളിതേമാതിരി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പം ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പം കണ്ടേ തിരിച്ച് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു തോന്നി. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ, കാരണം ഒന്നും കാണാൻ കഴിയില്ല. കാടുമാണ്, ലൈറ്റും ഇല്ല, സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ. അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു നല്ല സിറ്റുവേഷൻസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ വീണ്ടും തിരിച്ച് വരുമ്പം ഓരോന്ന് കാണാൻ പറ്റി, എന്നാലും പറ്റുന്നതൊക്കെ എടുക്കാൻ പറ്റി. ചിലത് ഇതേമാതിരിയാണ്, രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ ചെറിയ ബ്ലോക്ക് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വലിയ വണ്ടികൾ മുന്നിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല. പിന്നെ കാടാണ്, ഓണടിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വെല്ല ഇങ്ങനെ പോന്നു. ചായ കുടിക്കാൻ എവിടെയെങ്കിലുമൊക്കെ നിർത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ചു എന്തിനാ പിന്നെ ഇപ്പോൾ ടൈമായി, നമ്മൾ മുത്തങ്ങയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു, 8 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ലോയിലാണ് വരുന്നത്, വല്ലതും കാണാൻ പറ്റിയാലോ, വല്ല പുലിയെങ്കിലും വന്ന് മുന്നിൽ ചാടിയാലോ എന്നതിൽ സ്ലോയിൽ തന്നെ. നമ്മൾ മുത്തങ്ങയിൽ പോകുന്ന എന്താ ആനിമൽസിനെ കാണാനാണ്. അപ്പം പിന്നെ വലിയ സ്പീഡ് പോയി തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം സ്ലോയിൽ ഇങ്ങനെ പിന്നെ തിരിച്ചു വരുമ്പം അതേമാതിരി വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളെ നാട്ടിലേക്ക് എത്തിയപ്പം ചെറിയൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വേറെ എവിടെയും നിർത്താനും ചായ കുടിക്കാനും പിന്നെ നമ്മളതിലുള്ള സ്നാക്സൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒക്കെ കഴിച്ചു, ഇങ്ങനെ വന്നു. പിന്നെ ഒരു 9 മണി 9:30 ആ ഒരു ടൈം ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. വൈറ്റ് ഹൗസിൽ നിർത്തണം, അവിടുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പം ഏകദേശം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുമ്പോഴും അതേമാതിരി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചുരത്തിൻ്റെ മേലൊക്കെ അത്യാവശ്യത്തിന് വേണ്ട ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് നൈറ്റിലായിട്ടുണ്ട് ബസ് കാര്യങ്ങൾ, ലോങ് റൂട്ട് പോണേ, ബാംഗ്ലൂർ പോകുന്നതും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വരുന്നതും അങ്ങനെ ആയിട്ടുള്ള കുറേ ബസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ചുരത്തിൻ്റെ മേലെ. എന്നാലും വേണ്ടിയില്ല, വെല്ലാണ് നമ്മൾ പോരാനുള്ള ഉദ്ദേശം. നമുക്ക് വലിയ പാഞ്ഞു പോയിട്ട് സ്പീഡിൽ പോയിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് പണി തീർക്കാനും അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ, പരിപാടികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ
വൈറ്റ് ഹൗസിലെത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കുക, എവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക എന്നുള്ളതിൽ. അപ്പം ഏകദേശം നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പം വൈറ്റ് ഹൗസിലെത്തിയപ്പം പിന്നെ അവിടെ നിന്ന് മന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഒക്കെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു. ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ദിവസമായിരുന്നു. അപ്പം ഇനിയും ഇതുപോലത്തെ ഗിവ് അവേ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്ത് നിന്നോളി. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കാം. നെക്സ്റ്റ് ഗിവ് അവേ ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ 3K ഫാമിലി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ അടിപൊളി നല്ല നല്ല വീഡിയോസും ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസും വ്ളോഗ്സൊക്കെ ഡേ മൈ ലൈഫും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് സജഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ ബൈ.